ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. ഇത് നമ്മൾ പശുവും പാലിലോ തേങ്ങാപ്പാലിലോ ഒന്നുമല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ ആൽമണ്ട് മിൽക്കിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബദാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 120 ml കപ്പിലാണ് കേട്ടോ ബദാം അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഈ ബദാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഓവർനൈറ്റാണ് കേട്ടോ ഇത് കുതിർന്ന് കിട്ടാനായിട്ട് അടച്ചു വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ ബദാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ തൊലി ഇതുപോലെ എടുത്ത് മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ, ഇത് തൊലിയോട് കൂടിയിട്ട് മരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ മിൽക്ക് വൈറ്റ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തത്. ബദാമിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും കാൽസ്യവും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇയും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ബദാം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി കൂട്ടാനും ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടാനും ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനും BP ഉള്ളവർക്ക് BP കൺട്രോളിലാവാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും ഒക്കെ ഇതൊരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ HDL കൊളസ്ട്രോൾ അതായത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും LDL കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ബദാം കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും ഗ്ലോവിങ് സ്കിന്ന് കിട്ടാനും കാഴ്ചശക്തി കൂടാനും ഒക്കെ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആദ്യം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ബദാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബദാം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നില്ല, കാരണം നമ്മൾ ഇതുകൊണ്ടാണ് റാഗി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല നിങ്ങൾക്കിത് ചായയിലോ കോഫിയിലോ ഒക്കെ ചേർത്ത് കഴിക്കാനാണെങ്കിൽ ഇത് ചായയിലും കോഫിയിലും ഇതിങ്ങനെ തരിതരിയായി കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് പശുവിൻ പാൽ ഇഷ്ടമില്ലാത്തവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും തൈറോയിഡ് PCOD ഒക്കെ ഉള്ളവർക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മിൽക്കാണ് ആൽമണ്ട് മിൽക്ക്. അപ്പോൾ ഇത്ര പണിയുള്ളൂ ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്കൊരു ബോട്ടിലാക്കി അടച്ചു വെച്ചാൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കടയിൽ നിന്നും ആൽമണ്ട് മിൽക്ക് വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ കടയിൽ നിന്നും ഈ മിൽക്ക് വാങ്ങിക്കാറില്ല, കാരണം അവരതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാവും, പിന്നെ എക്സ്ട്രാ ഷുഗറും ഫ്ലേവറും ഒക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ശുദ്ധമായ ആൽമണ്ട് മിൽക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമുക്കിതുകൊണ്ട് റാഗി ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രൗട്ടഡ് റാഗിപ്പൊടി അതായത് മുളപ്പിച്ച റാഗിപ്പൊടി നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് കുറയാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്ഷീണം മാറി എപ്പോഴും ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാനിതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴം ഊർജത്തിൻ്റെ ഒരു കലവറയാണ്.
ഇത് എളുപ്പം ദഹിക്കുന്നത് കൊണ്ട് ഇതിലുള്ള പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എളുപ്പം ലഭ്യമാകുകയും ചെയ്യും. ഇതിനകത്ത് ധാരാളം വിറ്റാമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത് മലബന്ധം തടയാനും എല്ലുകൾക്കും പല്ലുകൾക്കും ബലമേകാനും അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് മിതമായ അളവിൽ, അതായത് 1-2 ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ്. ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നാണ് പറയുക. ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ധാരാളം അടങ്ങിയ ആപ്പിൾ പ്രമേഹത്തെ മുതൽ ക്യാൻസറിനെ വരെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. സ്തനാർബുദത്തെ തടയാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും പല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഈ ആപ്പിൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയുന്ന കറുത്ത കസ്കസാണ് എടുത്തിട്ടുള്ളത്. സബ്ജ സീഡ്സ് ശരീരം തണുക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിലൊരുപാട് പ്രോട്ടീൻസും ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വരും. കണ്ടോ, ഇതിപ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റാഗിപ്പൊടി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 350 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക. റാഗിപ്പൊടി വെള്ളത്തിനടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. തിളച്ച് വന്നാൽ റാഗി പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിത് കുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. നമ്മൾ വേവിച്ച് വെച്ച റാഗിയുടെ കുറുക്ക് നന്നായിട്ട് തണുത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് അതിലെ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആൽമണ്ട് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ഇത് രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമില്ലെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഇത് ഗസ്റ്റൊക്കെ വന്നാൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ടും കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സബ്ജ സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. സബ്ജ സീഡ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഏലക്കയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റാഗിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടത്തോടെ ഇത് കുടിച്ചോളും. അപ്പോൾ ഞാൻ ഈ 2 ഗ്ലാസ്സിലും കസ്കസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഡേറ്റ്സ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്.
റാഗി ദിവസവും ഇതുപോലെ കഴിച്ചാൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ കുറഞ്ഞു കിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റാഗി കൊണ്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ റാഗി കൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്